Hi everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രൈൻഡറിന്റെ റിവ്യൂ ആയിട്ടാണ്. പാനസോണിക്കിന്റെ MK-SW200. അതിന്റെ വൈറ്റ് കളറാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് 2 ലിറ്ററിന്റെ. ആ ഒരു ഗ്രൈൻഡറിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇത് ഞങ്ങൾ വാങ്ങിയിട്ട് ഏകദേശം 8 മാസമായി. അപ്പം 8 മാസം യൂസ് ചെയ്തതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് അതായത് MK-SW200 എന്ന് പറയുന്ന പാനസോണിക്കിൻ്റെ ഈ ഒരു ഗ്രൈൻഡർ മോഡല് 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലാക്കും പിന്നെ വൈറ്റും. ഇതിൻ്റെ ബോഡി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഡ്രമ്മ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, 304 ഗ്രേഡ് സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഡ്രമ്മിനകത്തുള്ള ഗ്രൈൻഡിങ് സ്റ്റോൺസ് നല്ല സുപ്പീരിയർ ക്വാളിറ്റിയാണ്. ഗ്രൈൻഡിങ് കല്ല് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല സുപ്പീരിയർ ഗ്രൈൻഡിങ് സ്റ്റോൺസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഡ്രമ്മ് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു കവറും ഉണ്ട്, അത് ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ഒരു ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത് 240 വാട്ട്സ് പവറാണ്. ഈ ഗ്രൈൻഡറിൻ്റെ കപ്പാസിറ്റി 2 ലിറ്ററാണ്. ഇതിൻ്റെ വാറൻറ്റി വരുന്നത് 5 വർഷമാണ്. ഹീറ്ററിൻ്റെ വാറൻറ്റി വരുന്നത്, പിന്നെ മൊത്തത്തിൽ പ്രൊഡക്റ്റിൻ്റെ വാറൻറ്റി 2 വർഷമാണ്. ഇതിൻ്റെ പാക്കേജിങ്ങിൽ വരുന്നത് ഒരു ഗ്രൈൻഡറാണ്, പിന്നെ അതിൻ്റെ ഡ്രം, പിന്നെ സ്റ്റോൺ അതായത് കല്ല്, പിന്നെ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ട്, പിന്നെ ഒരു സ്പാച്ചുല, പിന്നെ അതിൻ്റെ മൂടി ലെഡ്, പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലും വാറൻറ്റി കാർഡും. ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടൈമർ ഫങ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കാണുന്ന ടൈമർ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ടൈം ആയി കഴിഞ്ഞതിന് ശേഷം അത് തന്നെ ഓഫാവും, ഓട്ടോമാറ്റിക്കായി ഓഫാവും. നമ്മൾ മാനുവലി അതിന് മുന്നേ വേണമെങ്കിലും ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കറക്റ്റ് ടൈം ആവുമ്പം ഗ്രൈൻഡർ ഓഫാവും. ഈ കാണുന്ന ട്രാൻസ്പെറൻറ്റ് ലിഡ് മുകളിൽ ഇട്ടാൽ മാത്രമേ ഈ ഒരു ഗ്രൈൻഡർ ഓൺ ആവുകയുള്ളൂ. നമ്മളിപ്പം ഫങ്ഷൻ ചെയ്യുന്നതിന് ഇടയിൽ ഈ ലിഡ് ഊരിയെടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഈ ഒരു ലിഡിൽ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള ഒരു ഗ്യാപ്പും ഉണ്ട്, പിന്നെ നമ്മുടെ സ്പാച്ചുല ഇട്ട് ഇളക്കാനുള്ള ഒരു ഗ്യാപ്പുമുണ്ട്. പക്ഷേ ആ ഒരു സ്പാച്ചുല ഇടാനുള്ള ഗ്യാപ്പ് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇളക്കണമെങ്കിൽ ഈ ലിഡ് ഊരിയെടുത്ത് നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇളക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റ് ഗ്രൈൻഡേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ ലെസ് നോയ്സിയാണ്, ശബ്ദം കുറച്ചുകൂടെ കുറവാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടൈമർ ഫങ്ഷൻ തന്നെയാണ്. നമുക്ക് ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ജോലിക്ക് പോവാം. ലിഡിൽ സ്പാച്ചുല ഇടാനുള്ള ആ ഒരു ഗ്യാപ്പിൽ സ്പാച്ചുല ഇട്ട് ഇളക്കുന്നത് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. അതിന് പകരം നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്ത് തന്നെ സ്പാച്ചുല കൊണ്ട് ഇളക്കേണ്ടി വരും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കുറേ നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.